അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. വിഷുവായിട്ട് കായ വറുക്കണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കിലോ കായ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊണ്ടൊക്കെ പൊളിച്ച് മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ട് നല്ലപോലെ വൃത്തിയാക്കി സ്ലൈസ് ആക്കി എടുത്ത കായയാണ് കേട്ടോ. അപ്പോൾ അതാ ഞാനൊരു കടായി വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ തിളച്ച് വന്നപ്പോൾ കായ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നൈസാക്കിയിട്ടാണ് കേട്ടോ കായ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇട്ട വശം തന്നെ കയ്യിലിട്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു 5 സെക്കൻഡ് കഴിഞ്ഞിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ കായ എടുക്കുമ്പോൾ നല്ല മൂത്ത കായ എടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ല മുരിഞ്ഞ് തന്നെ കിട്ടും. അപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒട്ടും നിർബന്ധമുള്ള കാര്യമല്ല, ഇതിനൊരു ഫ്ലേവർ ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രം ഞാൻ ചേർത്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് മഞ്ഞളും ഉപ്പും കൂടി കലർത്തിയ വെള്ളമാണ്, അത് കുറച്ച് ഒഴിച്ചെടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ കയ്യിൽ വെച്ചിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഒഴിച്ച പാടെ തന്നെ നല്ല ഇങ്ങനെ തിളച്ച ഒരു സൗണ്ടും ഒക്കെ വരും. ഇതിൻ്റെ പത അടഞ്ഞ് വന്ന് കഴിയുമ്പോഴാണ് കേട്ടോ ഇത് ആയെന്ന് തന്നെ അറിയണത്. അപ്പോൾ അത് ഒരു 5 മിനിറ്റ് കഴിയട്ടെ. അപ്പോഴത്തേന് നമ്മുടെ പതയൊക്കെ ഒന്ന് അടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കായൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ മൊരിഞ്ഞ് വരുന്നതിൻ്റെ ഒരു സൗണ്ട് കണ്ടോ, കിലോ എന്നുള്ളൊരു സൗണ്ട് വരും. വെളിച്ചെണ്ണയിൽ നിന്നൊരു എന്താ നമുക്കറിയാൻ പറ്റും, അത് നല്ല മൊരിഞ്ഞ് ഇങ്ങനെ വരുമ്പോഴത്തേനും. അപ്പോഴത്തേനും നമുക്ക് ഇതെടുക്കാൻ പാകമായെന്നാണ് കേട്ടോ അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഇനി ഇതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. ഇതെല്ലാം തന്നെ ഇതുപോലെ മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. വെളിച്ചെണ്ണയിലേക്ക് ചൂടായി വന്നതിന് ശേഷം കായ കുറച്ചങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതാ മൂത്ത് വരട്ടെ. പകുതി മൂത്ത് വരുമ്പോഴത്തേനുമാണ് കേട്ടോ നമ്മൾ മഞ്ഞളും ഉപ്പും ചേർന്നിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ കറിവേപ്പില ചേർക്കണില്ല കേട്ടോ, ഒരെണ്ണത്തിൽ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോഴത്തേനും മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്, അതും എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് അടിപൊളി കായ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തവണത്തെ വിഷുവിന് അടിപൊളി കായ വറുത്തത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. നല്ലൊരു വിഭവമായിട്ട് വരുന്നത് വരെ പോയിട്ട് വരാം.